ചെങ്ങൈമാരെ ബഷീർ മനുഷ്യനാണ് മൊഞ്ചന്മാരെ മൊഞ്ചത്തികളെ അത്തറിന്റെ മണമുള്ള കത്തല തരംഗമായിരിക്കുന്ന ചിറ്റൻഡി കഫ്സീരയിലേക്ക് മൊഞ്ചുള്ള വെറൈറ്റി ഗോൾഡ് ഫലത അടിക്കാൻ വന്ന മൊഞ്ചുള്ള മൊഞ്ചത്തിയും മൊഞ്ചന്മാരും നമ്മളെ കൂടെ കേട്ടോ. ഏതാ മൊഞ്ചു നോക്കിയാൽ അക്രമാന്റെ മൊഞ്ചു ചാവക്കാടിന്റെ രോമാഞ്ചമായ മുത്തോടി മറിയാല് പഞ്ചാരക്കട്ട ഇത്രയും മൊഞ്ചുള്ള ഒരു മൊഞ്ചന നാട്ടിലുണ്ടാവില്ല. വേറെ ലെവലാണ്. ആ മൊഞ്ചന്റെ കല്യാണ ആനിവേഴ്സറി ആണ് ഇന്ന് നടക്കുന്നത് കേട്ടോ. മൊഞ്ചന്റെയും മൊഞ്ചത്തിന്റെയും കല്യാണം 7ാമത്തെ ആനിവേഴ്സറി ആണ്. മോശമാണ്. നല്ല സന്തോഷം. എങ്ങനെയുണ്ട് കല്യാണ ജീവിതം? ഹാപ്പി അല്ലേ? അടിപൊളി അടിപൊളി. മാഷാല്ലാ. ഇത് തിരുവനന്തപുരത്തിലെ മുത്ത് പഞ്ചാരക്കട്ട നമ്മളെ കൂടെ ഉണ്ട്. ഏതാ മൊഞ്ചുള്ള താടി നോക്കിയ പഞ്ചാര ഇങ്ങനെ വലിക്കുന്നില്ല. മാഷാല്ലാ. എങ്ങനെ ഉഷാറല്ലേ അൻസാദ്? ഇവരെല്ലാം കല്യാണം കഴിച്ച ആൾക്കാരെ അവന്റെ റൂമിലുള്ളവരൊക്കെ ഓരോ പെണ്ണടിക്കാൻ നമ്മള് ഉറപ്പായിട്ടും നല്ലൊരു മൊഞ്ചത്തിന് കിട്ടുകയാണെങ്കിൽ പെണ്ണും കിട്ടുന്നതാണ്. പെണ്ണ് കിട്ടാൻ കിട്ടൂലേ? അപ്പൊ പെട്ടെന്ന് പെണ്ണ് റെഡി ആവട്ടെ. നല്ല അന്നെപ്പോലെ തന്നെ മൊഞ്ചുള്ള ഒരു മൊഞ്ചത്തിന് കിട്ടണേ. ഓക്കെ പൊളിച്ചോളൂ. അപ്പൊ വേറെ മാണികളുണ്ട്. ഇംഗാസിന്റെ എല്ലാമായ മാണികളില്ലേ? ഇവരൊക്കെ ഇംഗാസിന്റെ ടീമാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിലേക്ക് വന്നാലൊക്കെ പിടിച്ചടിക്കും. നിങ്ങളെ പോലെ തന്നെ തിളങ്ങുന്നുണ്ട്. 916 വരെ തിളങ്ങുന്ന മാണികളുണ്ട്. ഏതാ മൊഞ്ച് നോക്കിയാ. അപ്പൊ ഇവരൊക്കെ ഒന്ന് ഹേറിൽ കയറ്റി കൊടുക്കുക. വേറൊരു മൊഞ്ചനും മന്ദിച്ച് നമ്മളെ കൂടെ ഉണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നപ്പോ നമ്മളെ ചേട്ടൻ എന്ത് ചെയ്ത് വണ്ടിയിൽ ഉറങ്ങി. ഇപ്പൊ ഉണർന്ന് മൊഞ്ചോടെ വന്നിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചാലല്ലേ നമ്മളെ അടിപൊളി മോന്റെ പേര് എന്തെങ്കിലും ലിയോ മെസ്സി. വേറെ ലെവലായിട്ട് പേര് പോലെ തന്നെ അടുത്തൊരു ഫുട്ബോൾ താരം ആവട്ടെ അല്ലേ? ഉയർന്നൊരു ഫുട്ബോൾ താരം ആവട്ടെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ മൊഞ്ചത്തി കൊടുത്ത കുപ്പിമതാണ്. ഓക്കെ അല്ലേ? അക്രംബായിന്റെ കുടുംബത്തിലുള്ള ഉമ്മാക്കും എല്ലാവർക്കും അത്തറിന്റെ മണമുള്ള ഖത്തറിൽ നിന്നും ഒരു വലിയൊരു ഹായ് ഇതാ നമ്മൾ കൊടുത്തിരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഹായ്. അയ്യോ ഓക്കെ. ജെസിയുടെ കുടുംബത്തിലുള്ള ഉമ്മാക്കും ഉപ്പാക്കും അത്തറിന്റെ മണമുള്ള ഖത്തറിൽ നിന്നും മൊഞ്ചുള്ള ഒരു ഹായ് ഇതാ വന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും പൊളിച്ചോളും പൊളിച്ചടിക്കോളും. ഇവരുടെ ആനിവേഴ്സറി അങ്ങ് തകർത്തോളി നാട്ടിലിട്ടോ. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം. ഓക്കെ ബൈ.